ഞാൻ ഇടതുപക്ഷ വിരുദ്ധനാണ്, അങ്ങേക്ക് അറിയാലോ. എന്നെ അടക്കം എന്റെ വീട്ടുകാരെ അടക്കം ശ്രീ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ശ്രീ പിണറായി വിജയൻ അവധാനത കാണിച്ചു, സ്ലോ ആൻഡ് സ്റ്റഡിനെസ് കാണിച്ചു. മറ്റൊരു ഓപ്ഷൻ ഗവൺമെന്റ് മുമ്പിൽ ഇല്ല. ഞാൻ ചോദിച്ചതല്ല. ഇപ്പൊ രാഹുൽ ഈശ്വർ തന്നെ പറയുന്നു ഇരയുടെ സ്വകാര്യത നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അത് ഹേമ പറഞ്ഞാലും ഇല്ലെങ്കിലും സുപ്രീം കോടതി നിയമപ്രകാരം ഓൾറെഡി നമുക്ക് ഇരയുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇത് പുറത്തുവിട്ടാൽ ഇരയുടെ സ്വകാര്യത നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പുറത്തുവെച്ചത് കള്ളത്തരമായിരുന്നില്ലേ? രാഹുൽ ഇരുന്ന് വാദിച്ചാണ്. ഒരു ചർച്ചയിൽ സ്വകാര്യതാവാദം എന്താണെന്ന് പറഞ്ഞാൽ മറുഭാഗത്തുള്ള ആൾക്കാരുടെ വാദം കേട്ടിട്ടില്ല. അതായത് ഇതൊരു കമ്മീഷൻ അല്ല, കമ്മിറ്റിയാണ്. കമ്മീഷൻ ആണെങ്കിൽ പോലും, കമ്മിറ്റിയെക്കാട്ട് വലുതാണ് കമ്മീഷൻ. കമ്മീഷൻ ആണെങ്കിൽ പോലും എൻക്വയറീസ് ഓഫ് കമ്മീഷൻ ആക്ട് 8B എന്നൊരു വകുപ്പുണ്ട്. അതിൽ ആരുടെയെങ്കിലും റെപ്യൂട്ടേഷൻ, ഹാഷ്മിക്കോ എനിക്കെതിരെ ഒരു ആരോപണം വന്നു, നമ്മളുടെ മറുപടി എടുക്കാതെ അത് ഒരു കാരണവശാലും ഒരു കമ്മീഷന് പുറത്തുവിടാൻ കഴിയില്ല. അതല്ല രാഹുൽ ഈശ്വർ, ചോദ്യം രാഹുൽ ഈശ്വർ ഒരു വക്കീൽ അഭിഭാഷക വേഷധാരിയായിരുന്നു പറയുന്നു. നമുക്ക് ഇതുവരെ എല്ലാവർക്കും അറിയാവുന്ന ഇക്കാലം അത്രയും നമ്മളെ പൊട്ടന്മാരാക്കാൻ നോക്കിയ ആ വാദം അങ്ങനെ ആയിരുന്നില്ല. അതായത് ഇരയുടെ പേര് പുറത്തു പറയാൻ ഓൾറെഡി നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, പറയാൻ കഴിയില്ല. നിയമപ്രകാരം അത് ബ്ലോക്ക്ഡ് ആണ്, തടവ് ശിക്ഷയുണ്ട്. അപ്പൊ എന്ന വിവരം അവിടെ വളരെ ശക്തമായി വളരെ കരുത്തോടെ നിൽക്കുമ്പോൾ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ ഇരയുടെ സ്വകാര്യത നഷ്ടപ്പെടും എന്ന് പറഞ്ഞത് കള്ളമായിരുന്നില്ലേ രാഹുൽ? അങ്ങനെയല്ല, കുറച്ചുകൂടെ കൃത്യം. എനിക്ക് CPM-നെ സപ്പോർട്ട് ഇല്ലാത്ത ആളാണെന്ന് അറിയാം, എനിക്ക് ഗവൺമെന്റിനെ സപ്പോർട്ട് ഇല്ല. സർക്കാർ ഓൾറെഡി ഒരു നയം എടുത്തു. ആ നയത്തിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. സർക്കാരിന്റെ നയം എന്ന് പറഞ്ഞാൽ അത് രാഹുൽ ഈശ്വറിന് തുറന്നു പറയാം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് തുറന്നു പറയാൻ പറ്റില്ല. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടേ നമ്മൾ ഇതിൽ നിലപാടുകൾ എടുക്കുന്നുള്ളൂ. അൺലെസ് there is a grey offense, ഇപ്പൊ മർഡറോ അല്ലെങ്കിൽ പോക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ പറയട്ടെ, അതായത് സർക്കാർ യഥാർത്ഥത്തിൽ ഒരു നയസമീപനം എടുത്തു. സർക്കാർ പറയുന്നത് ഇനി ഒരു ഫ്യൂച്ചറിസ്റ്റിക് കോൺക്ലേവ് ഉണ്ടാകും, ഒക്ടോബറിൽ ഉണ്ടാകുമെന്ന് പറയുന്നു, നവംബറിൽ ഉണ്ടാവുമായിരിക്കും. അതിനുശേഷം നിയമവും നടപടികളും വേണം. ഇനിയും സൊല്യൂഷൻ സെന്ററിക്ക് വേണം. ഇത് സർക്കാരിന് മാത്രമല്ല, ഭാഗ്യലക്ഷ്മിയുടെ നിലപാടാണ്, അല്ലെങ്കിൽ രേവതിയുടെ നിലപാടാണ്, മേഖലയിലെ എല്ലാവരുടെയും നിലപാടാണ്. ഇതിനുവേണ്ടി യഥാർത്ഥത്തിൽ പോരാടിയവർ പോലും ഈ നിലപാടാണ് സൂചിപ്പിക്കുന്നത്. സർ, താങ്കൾ മറക്കരുത്. സിനിമാ മേഖലയെ നന്നാക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ സർക്കാർ അവധാനതാപൂർവ്വം പെരുമാറിയതാണ്. അതല്ലാതെ ഇതിൽ FIR ഇടാനോ കേസ് എടുക്കാനോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറും വ്യാജവാദമല്ലേ? അങ്ങനെയല്ല, FIR പോലീസിന്, അതാണ് താങ്കൾ ഈ പറയുന്ന ലളിതാകുമാരി കേസ് പറയുന്നത്. ലളിതാകുമാരിയുടെ കേസ് എന്ന് പറഞ്ഞാൽ 2008 ഒരു സ്ത്രീ പോലീസ് തനിക്ക് കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ട് FIR ഇട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ 2013 ഈ 0 FIR എന്ന കോൺസെപ്റ്റ് വന്നത്. ഇത് പോലീസിന്റെ അല്ല കിട്ടിയത്, ഇതൊരു കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസും കണ്ടീഷൻസും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഗ്രേ ഏരിയ ആണെന്നെങ്കിലും മനസ്സിലാക്കാം. രാഹുൽ, ഒരു ഗ്രേ ഏരിയമല്ല രാഹുൽ. ഈ ലളിതകുമാരി കേസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ നിയമ പ്രമാണമാണ്. അത് കോടതിയുടെ വിധി പ്രസ്താവമാണ്. ഏതെങ്കിലും ലളിതകുമാരിയുടെ കേസ് മാത്രമായി അല്ല സുപ്രീം കോടതി വിധികൾ ഉണ്ടാവും. അത് അറിയാത്തതല്ല രാഹുൽ. അതിൽ വളരെ ഭംഗിയായി വളരെ കൃത്യമായി പറയുന്നു, ഒരു കൊഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയാൽ, ഒരു കൊഗ്നൈസബിൾ ഓഫ് ഇൻഫർമേഷൻ അറിവായാൽ അതിൽ FIR ഇടാതെ പോലീസിന് മറ്റു മാർഗങ്ങളില്ല. ഒറ്റ വരിയിൽ അങ്ങനെ വാദഗതി തീർക്കട്ടെ, ഒറ്റ വരിയിൽ. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി എന്തുകൊണ്ട് FIR ഇടാൻ പറഞ്ഞില്ല? ഹൈക്കോടതി പറഞ്ഞ അടുത്ത തവണ എന്ത് നടപടി എടുക്കാമെന്ന് നോക്കി പറയുന്നതാണ്. അങ്ങനല്ലോ പറഞ്ഞത് രാഹുൽ. അങ്ങനല്ലേ പറഞ്ഞത്? ഒക്ടോബർ 3 ഞാൻ വായിച്ചോണ്ടാ പറയുന്നത്, ഞാൻ കോട്ട് ചെയ്താ പറയുന്നത്. ഒക്ടോബർ 3 രാഹുൽ കോടതി വായിച്ചിട്ടില്ല. ഞാൻ പറയാം, പറയുന്നു. അതായത് the state government shall forthwith furnish a full copy of the Justice Hema Committee report together with all its annexures, document and otherwise to the SIT constituted എന്ന് പറയുകയാണ്. അതിന്റെ ബാക്കി പറയുകയാണ്, the SIT shall on its part go through the report in its entirely to see whether any offence, cognizable or otherwise, has been made out at the instance of any person and proceed to take suitable action in accordance with the law by treating the contents of the report as information. കോഴ്സിലാണ് പറയുന്നത്, for the purpose of setting the law in motion എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതി FIR പറഞ്ഞില്ല. എന്താണ് സാർ പറയുന്നത്? സാർ, ഇതാണ് ഗ്രേഡഡ് ആണ്. രാഹുൽ ഈശ്വർ കോടതി FIR പറഞ്ഞില്ല. കോടതി FIR പറഞ്ഞ പോലെ പറഞ്ഞില്ലല്ലോ. കോടതി റിപ്പോർട്ട് തുറന്ന് പരിശോധിച്ചിട്ടില്ലല്ലോ. കോടതി റിപ്പോർട്ട് തുറന്ന് പരിശോധിച്ചാൽ കോടതി ഇത് തന്നെയാണ് സജി ചെറിയാൻ പറഞ്ഞത്. മനസ്സിലാക്കിയിട്ടില്ല. ഇത് വളരെ വളരെ ക്ലിയർ അല്ലേ? കാരണം എന്താ വെച്ചാല് ഈ സ്പെഷ്യൽ ബെഞ്ച് തന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ ദി ഹോൾ റിപ്പോർട്ട് ഷുഡ് ബി given to the special investigation team. അങ്ങനെ ആ ടീം ആ സംഗതി പരിശോധിച്ചിട്ട് അതിൽ ഈ മൊഴി നൽകിയ ആളുകളെ സമീപിക്കുക, എല്ലാവരെയും സമീപിക്കുക. എന്നിട്ട് അവർക്ക് ദോസ് ഹു ആർ വില്ലിംഗ് ടു പ്രൊസീഡ് അവരുടെ മൊഴി എടുത്തിട്ട് ബാക്കി നടപടികളിൽ എന്നിട്ടല്ലേ വരുന്നത്.
രാഹുൽ ഈശ്വർ ഈ കോടതി ഇത് വായിച്ചിട്ടില്ല എന്ന് പറയാനുള്ള കാരണം കോടതി വിധിയിൽ വളരെ ഭംഗിയായി കോടതി പറയുകയാണ്, ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് തുറന്നു വായിക്കുന്നില്ല. Correct. SIT നിങ്ങൾ ഇത് വായിക്കൂ, ഇത് വായിച്ച് ഇതിൽ കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ലോ ഇൻ മോഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുമായി വാ, അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കാം Correct. എന്നാ കോടതി പറയുന്നത്. ഇത് തന്നെയാണ് സജി ചെറിയാനും നേരത്തെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞത്. അതല്ല ഇതൊരു പറഞ്ഞത്. hot cake ആണ്. അതല്ല ഇത് പറഞ്ഞത്. handle ചെയ്യണമെന്ന് അതല്ല എങ്ങനെ നമ്മൾ പറഞ്ഞത്. അറിയണം? അതല്ല പറഞ്ഞത്. സർക്കാർ മനസ്സിലാക്കാത്ത രാഹുൽ ഈശ്വർ നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ ഭാഗം പറഞ്ഞു പറ്റിക്കുന്ന ഇത്തരത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന വാദം പൊളിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ആക്കി എടുക്കുക. ഈ ഒക്ടോബർ 3 കാണാമല്ലോ. നമുക്ക് ഈ ഒരുപാടൊന്നും ഇല്ലല്ലോ, ഓണാവധി കഴിഞ്ഞ് ഒക്ടോബർ 3 കാണാമല്ലോ. അത് കാണാം. സാർ, ഇത് സ്ലോ ആയി മാത്രമേ ഡീൽ ചെയ്യാൻ കഴിയൂ. താങ്കൾ അതിന്റെ താങ്കൾ ടെക്നിക്കാലിറ്റിയിലാണ്, സിനിമാ മേഖലയുടെ നന്മയാണ് നമ്മുടെ ലക്ഷ്യം, സാങ്കേതികത്വമല്ല. രാഹുൽ ഈശ്വർ സാങ്കേതികത്വമല്ല. ഒരു കൊഗ്നൈസബിൾ ഒഫൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ FIR ഇടുമെന്നുള്ള അടിസ്ഥാന പ്രമാണം ജസ്റ്റിസ് ഹേമയ്ക്ക് ബാധകമല്ലേ? അറിയാതിരിക്കുന്ന ജസ്റ്റിസ് ഹേമയ്ക്ക് ബാധകമല്ലേ? സർക്കാരിനെ കോടതി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ബാധകമല്ലേ? വത്സലാകുമാരിക്ക് ബാധകമല്ലേ? ശാരദാ മാഡത്തിന് ബാധകമല്ലേ? രാഹുലിനെ പോലെ ഉറക്കം നടിക്കുന്നവരെയും കോടതി പ്രമാണം ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. ജസ്റ്റിസ് ഹേമയോ? അത് മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കാൻ. ആ ചോദ്യമില്ല. ജസ്റ്റിസ് ഹേമയോ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റിസ് ഹേമയെ കോഗ്നൈസബിൾ ഒഫൻസ് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? ഇതാണ് ഗ്രേ ഏരിയ. ഇതാണ് ഗ്രേ. അപ്പൊ ജസ്റ്റിസ് ഹേമയ്ക്ക് കേസെടുക്കാൻ തക്ക ഒന്നും കണ്ടില്ലെന്ന് ഉറപ്പാണോ? ഹേമ പറയുന്നുണ്ടല്ലോ സാർ, ഹേമ പറയുന്നുണ്ട്. ഹേമ എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ല? ഹേമ പറയുന്നുണ്ട്. ഹേമ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യില്ല? അത് ഹേമയോട് ചോദിക്കണം. നമ്മളോട് കാര്യമില്ല. അവിടെയാണ് സാർ. രാഹുലെ മണ്ടം കളിക്കാൻ ഒരു വിഷയം ഡീൽ ചെയ്യണം. രാഹുലെ മണ്ടം കളിക്കാൻ ഹൈക്കോടതിക്ക് ഇല്ലാത്ത WCCക്ക് ഇല്ലാത്ത ഊർജവും ആർജവും ഹാഷ്മിക്ക് എന്തിനാണ്?